ദൈവനാമം മഹത്വപ്പെടട്ടെ. ആന്തരികമായി യേശു തമ്പുരാനെ നെഞ്ചോട് ചേർത്ത് സ്വീകരിക്കാൻ ഒക്കുമോ നമുക്ക്? ആവശ്യങ്ങൾ നേടിയെടുക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനുമാണ് അന്നും ഇന്നും പലരും ദൈവത്തെ അന്വേഷിച്ചത്. അടയാളങ്ങൾ അന്വേഷിച്ചിരുന്നവരോട് യേശു തമ്പുരാൻ ഒരിക്കൽ പറഞ്ഞു, യോനയുടെ അടയാളമല്ലാതെ നിങ്ങൾക്ക് അടയാളം ലഭിക്കുകയില്ല എന്ന്. അത് മാനസാന്തരമാണ്. മാനസാന്തരമില്ലാത്ത ദൈവാന്വേഷികൾക്ക് എന്ത് അടയാളം ലഭിക്കാനാണ്? യഥാർത്ഥമായി ദൈവത്തെ അന്വേഷിച്ചവർക്കറിയാം, ഈ ലോകപ്രകാരം ശ്രേഷ്ഠമാണെന്ന് കണ്ടതെല്ലാം നിരർത്ഥകമാണെന്ന്. ഇന്ന് ദരഹാപ്പെരുന്നാളിന് ശേഷം 3-ാമത്തെ ഞായറാഴ്ച. വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായ യഹൂദ പ്രമാണിയായ നിക്കോദിമോസ് രാത്രിയുടെ യാമത്തിൽ യേശുവിനെ അന്വേഷിച്ച് യേശുവിന്റെ അടുക്കൽ എത്തുകയാണ്. വ്യക്തിപരമായി എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയുള്ള അന്വേഷണമായിരുന്നില്ല അത്. ഇവൻ ദൈവത്തിൽ നിന്ന് വന്നതാണെന്നും ഇവന്റെ അടയാളങ്ങൾ സത്യമാണെന്നും ഏറ്റുപറയാൻ വേണ്ടിയായിരുന്നു. നോക്കൂ, യേശു തച്ചനാണെന്നും ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേത്സെബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്നും ഒക്കെ പറഞ്ഞു നടന്ന യഹൂദ പ്രമാണിമാരുടെ കൂട്ടത്തിലുള്ള നിക്കോദിമോസ് ആണ് ദൈവത്തെ ഏറ്റുപറഞ്ഞ് യേശു തമ്പുരാനെ നെഞ്ചോട് ചേർത്ത് സ്വീകരിക്കുന്നത്. ഇവിടെ യേശു നിക്കോദിമോസിനോട് പറയുകയാണ്, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ പോലും ആർക്കും കഴിയുകയില്ല എന്ന്. ദൈവവചനം കേട്ട് പുതിയ തീരുമാനമെടുത്ത് പുതിയ ജീവിതം ആരംഭിച്ചാൽ മാത്രം പോരാ, വെള്ളത്താലും ആത്മാവാലും വീണ്ടും ജനിക്കണം. വീണ്ടും ജനനം എന്നാൽ വീണ്ടും എന്നും ഉയരത്തിൽ നിന്നുള്ള ജനനം എന്നും അർത്ഥമുണ്ട്. മനുഷ്യൻ ഒരേ സമയം 2 ലോകവുമായി ബന്ധപ്പെടണം. ഈ ദൃശ്യമായ ലോകവുമായി ബന്ധപ്പെടാൻ ദൃശ്യമായ ജനനവും, ആത്മലോകവുമായി ബന്ധപ്പെടാൻ ആത്മീയമായ ജനനവും വേണം. വിശുദ്ധ മാമോദീസായിലൂടെ ദൈവീക കുടുംബത്തിലെ അംഗമായി തീർന്നവരാണ് നാം. ദൈവരാജ്യത്തിന് അർഹരായവരാണ് നാം. എന്നാൽ പാപമംഗലമായി ഈ ലോകം വല്ലാതെ നമ്മുടെ മലിനമാക്കുന്നത്. 1948 ജനുവരി മാസം 13-ാം തീയതിയാണ് മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ അവസാനത്തെ ഉപവാസം ആരംഭിക്കുന്നത്. അദ്ദേഹം അവരോട് പറഞ്ഞു, എല്ലാ ഇന്ത്യക്കാരും മൃഗീയതയ്ക്ക് പകരം മനുഷ്യത്വം സ്വീകരിച്ച് പുനർജനിക്കണമെന്ന്. ഇല്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് പോലും നിഷ്ഫലമാണെന്ന്. പ്രിയമുള്ളവരെ, വിശുദ്ധ മാമോദീസായിലൂടെ പുതിയ ജീവിതത്തിന് അർഹരായവരാണ് നാം. അങ്ങനെയെങ്കിൽ പാപപങ്കിലമായ ഈ ലോകം നമ്മെ മലിനമാക്കാതിരിക്കാൻ വിശുദ്ധിയിൽ കൗദാശിക അനുഭവത്തിലൂടെ ജീവിക്കുവാൻ, വളരുവാൻ നമുക്കിടയാവണം. ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ അത് നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.